+1 സീറ്റ് പ്രതിസന്ധിയിൽ തൃശൂർ DDE ഓഫീസിലേക്ക് KSU പ്രതിഷേധം. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൂരജ് സജി വിശദാംശങ്ങളുമായി ചേരുന്നു. സൂര്യ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് DO ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് നടത്തിയത്. പക്ഷേ DO ഓഫീസിന് മുന്നിൽ ഈ പോലീസിന്റെ കനത്ത കാവലുണ്ടായിരുന്നു. പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസിന്റെ കാവലുണ്ടായിരുന്നു. പക്ഷേ ഈ കാവൽ മറികടന്നുകൊണ്ട് പുറകുവശത്തെ ഗേറ്റിലൂടെ കൂടിയാണ് ഈ KSU പ്രവർത്തകർ DO ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. പക്ഷേ അവിടെയും പോലീസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഇപ്പോൾ ഈ KSU ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന വാതിൽ, അതായത് DO ഓഫീസിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ KSU പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ജില്ലാ പ്രസിഡന്റ് അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോയത്. പ്രത്യേകിച്ച് ഈ മലബാറിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത പ്രതിഷേധം അത് സംസ്ഥാന വ്യാപകമായി തന്നെ KSU ഉയർത്തുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. ഇപ്പൊ രാവിലെ തന്നെ ഈ വിവരം അറിഞ്ഞ പോലീസ് പ്രധാന കവാടത്തിന് മുന്നിൽ DO ഓഫീസിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസിനെ വിന്യസിപ്പിച്ചു. ഇതറിഞ്ഞ KSU പ്രവർത്തകർ പുറകുവശത്തെ ഗേറ്റിലൂടെ ഈ DO ഓഫീസിന് മുന്നിലേക്ക് എത്തി. അവിടെയും ഈ പോലീസിന്റെ പ്രധാന ഉദ്യോഗസ്ഥരടക്കം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഈ ഓഫീസിനകത്തേക്ക് കയറാതെ തന്നെ പോലീസ് തടഞ്ഞു. എന്നാൽ തള്ളിക്കയറാനൊരു ശ്രമം അത് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നടത്തി. ഇതോടുകൂടി ഈ പ്രവർത്തകരെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. സംസ്ഥാന ഭാരവാഹികളുണ്ട്. അത്തരത്തിൽ KSU പ്രവർത്തകരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ശക്തമായ പ്രതിഷേധം അത് തൃശ്ശൂരിലും ഉണ്ടാകുന്നു. സംസ്ഥാന വ്യാപകമായിക്കൊണ്ട് തന്നെ മലപ്പുറത്തെ +1 വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരരംഗത്ത് KSU നിലയുറപ്പിക്കുന്നു. ആ ഘട്ടത്തിലാണ് തൃശ്ശൂരിലും സമരം ശക്തിപ്പെടുത്താനുള്ള KSU നീക്കം. കഴിഞ്ഞ ദിവസവും ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ചെറിയ പ്രതിഷേധങ്ങളെല്ലാം KSU സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് DO ഓഫീസിലേക്ക് ഈ സർക്കാർ ചർച്ച നടത്താനിരിക്കെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് DO ഓഫീസിലേക്ക് ഈ സമരവുമായി KSU എത്തിയത്. പക്ഷേ ഒരു തരത്തിലും ഈ സമരം ഇതിനകത്തേക്ക്, അതായത് ഓഫീസിനകത്തേക്ക് ഇവർ കയറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രധാന കവാടത്തിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹം നേരത്തെ തന്നെ നിലയുറപ്പിച്ചു. ഇതറിഞ്ഞ KSU പ്രവർത്തകർ പുറകുവശത്തെ ഗേറ്റിലൂടെയാണ് DO ഓഫീസിന്റെ ഈ ഡോറിന് മുന്നിലെത്തുന്നത്. ആ സമയം അവിടെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ കാത്തുനിന്നു. അവർ ഇവരെ തടഞ്ഞു. സ്വാഭാവികമായും ഈ വാതിൽ തള്ളിത്തുറന്ന് അതിനകത്തേക്ക് കയറാനാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം ശ്രമിച്ചത്. ഇതോടുകൂടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചു. പക്ഷെ അപ്പോഴും ഈ പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങിയില്ല. ആ ഗേറ്റിന് മുന്നിൽ, ആ ഡോറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷേ മുഴുവൻ പ്രവർത്തകരെയും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മുഴുവൻ പ്രവർത്തകരെയും ഇതിനോടകം തന്നെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. KSUവിന്റെ ജില്ലാ അധ്യക്ഷന് പുറമെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ ഉണ്ട്. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്ന അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതാണ്. എന്തായാലും തൃശ്ശൂരിലും ഈ +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. വേണു, ശരി. +1 സീറ്റ് പ്രതിസന്ധിയിൽ തൃശൂരും KSU പ്രതിഷേധം. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.